പ്രശസ്ത വയലിൻ വിദ്വാനായിരുന്ന പ്രൊഫസർ ടി വി രമണിയുടെ 13ാമത് അനുസ്മരണം തൃശ്ശൂരിൽ സംഘടിപ്പിച്ചു. ടി വി രമണിയുടെ ഏറെക്കാലത്തെ കർമ്മമണ്ഡലമായിരുന്നു തൃശ്ശൂർ ആകാശവാണിയിലെ വയലിൻ വിദ്വാനായിരുന്നു അദ്ദേഹം. ടി വി ഗോപാലകൃഷ്ണൻ, ടി വി വാസൻ, ടി വി രമണി ഇവർ മൂന്നുപേരും സഹോദരങ്ങളാണ്. ടി വി ഗോപാലകൃഷ്ണൻ മൃദംഗത്തിലും വായ്പാട്ടിലും അഗ്രഗണ്യൻ, എന്നാൽ ടി വി വാസൻ ഘടത്തിൽ അഗ്രജൻ, ടി വി രമണി വയലിൽ ഏറ്റവും വിഖ്യാതൻ. ഈ മൂന്നുപേരും ഒരേ വീട്ടിലാണുള്ളത് എന്ന് നമ്മൾ അറിയാം, സഹോദരങ്ങളാണ്. സംഗീത രംഗത്തെ പ്രമുഖരടക്കം ഒരുപാട് ആളുകൾ ഈ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തു. അദ്ദേഹം ഒരുപാട് കാലം ഞങ്ങൾ സഹപ്രവർത്തകരായിരുന്നു തൃശ്ശൂർ ആകാശവാണിയിൽ. ആ നല്ല കാലമൊക്കെ നമ്മൾ ഓർമ്മിക്കുന്നു. ടി വി രമണി എന്ന സംഗീതജ്ഞൻ ഒരു സ്ത്രീ ആയിരിക്കുമെന്ന് തെറ്റിദ്ധരിച്ച് ഒരുപാട് ആൾക്കാർക്ക് തൃശ്ശൂരിൽ അബദ്ധവും പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുസ്മരണ ചടങ്ങിൻ്റെ വിശേഷങ്ങളിലേക്ക്. ലാൽഗുഡി സമ്പ്രദായവും സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള പാരമ്പര്യ ശൈലിയും കോർത്തിണക്കി പ്രൊഫസർ ടി വി രമണി വയലിൻ വാദനത്തിൽ തന്റേതായ ശൈലി കൊണ്ടുവന്നു. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ, എൻ ഡി രാമനാഥൻ, എസ് രാമനാഥൻ, കെ ജെ യേശുദാസ് തുടങ്ങിയ പ്രഗത്ഭർക്കൊപ്പം വയലിനിൽ വിസ്മയം തീർത്തു. ഓർമ്മകളുടെ വേലിയേറ്റത്തിനാണ് ചിന്മയ മിഷൻ നീരാഞ്ജലി ഹാൾ സാക്ഷ്യം വഹിച്ചത്. മുൻ MLA തേറമ്പിൽ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച അനുസ്മരണ പരിപാടി വയലിൻ വിദ്വാൻ നെടുമങ്ങാട് ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. നല്ല അറിവ് ഉള്ള ഒരു സംഗീതജ്ഞനായിരുന്നു അദ്ദേഹം എന്ന് എനിക്ക് തീർത്തും പറയാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ കുടുംബം ഒരു സംഗീത കുടുംബം തന്നെയാണ്. ടി വി രമണിയുടെ ഓർമ്മകൾ കുടുംബവും ഓർത്തെടുത്തു. ഇവിടെ കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ഒട്ടുമിക്ക സഭകളിലും എൻ്റെ അച്ഛൻ പങ്കെടുത്തിട്ടുണ്ട്. അച്ഛൻ പ്രശസ്തനായ ലാൽഗുഡി ലാൽഗുഡി ജയറാമൻ്റെ അച്ഛൻ ലാൽഗുഡി VR ഗോപാലയ്യരുടെ അടുത്ത് ഗുരുകുലമാസം പഠിച്ച് അതിനുശേഷം ഗാനഭൂഷൺ കോഴ്സ് തിരുവനന്തപുരത്ത് പഠിച്ച് അതിനുശേഷമാണ് ഓൾ ഇന്ത്യ റേഡിയോയിൽ ജോയിൻ ചെയ്തത്. പക്ഷേ തൃശ്ശൂരാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം ഏറ്റവും കൂടുതൽ. 21 വർഷത്തോളം അദ്ദേഹം തൃശ്ശൂർ തന്നെയായിരുന്നു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞങ്ങളിവിടെ തൃശ്ശൂർ വെച്ചിട്ട് ഈ അനുസ്മരണം ഇവിടെ നടത്തുകയാണ്. പ്രമുഖർ പങ്കെടുത്ത പരിപാടിക്ക് ശേഷം സംഗീത സദസ്സും നടന്നു. ടി വി രമണിയുടെ മകൻ പ്രസാദ രമണിയും വയലിൻ മീട്ടി. സംഗീത പ്രേമികളടക്കം നിരവധി പേരാണ് അനുസ്മരണ പരിപാടിയിലും സംഗീത സദസ്സിലും പങ്കെടുത്തത്. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.